നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ നിൽക്കുന്ന പറമ്പ് എനിക്ക് തോന്നുന്നു 10-20 ഏക്കറുള്ള ഒരു വലിയ പറമ്പാണ്. ഈ പറമ്പ് നിറഞ്ഞു നിൽക്കുന്ന 2 മോഡലുകളാണ് ഇന്ന് എൻ്റെ പിന്നിലുള്ളത്. ഈ പറമ്പ് മാത്രമല്ല, ഇന്ത്യൻ റോഡുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് ഈ 2 മോഡലുകളും. ഒന്ന് നമുക്കറിയാവുന്ന പോലെ മഹീന്ദ്രയുടെ താർ റോക്സ് ആണ്, മറ്റൊന്ന് സ്കോർപിയോ എൻ. ഈ 2 മോഡലുകളും ഹോട്ട് സെല്ലിംഗ് വാഹനങ്ങളാണ്. എന്താണ് ഈ 2 മോഡലുകൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, മഹീന്ദ്ര താർ റോക്സ് അറിയാമല്ലോ, അടുത്ത കാലത്ത് ഇന്ത്യയിലുണ്ടായ ഒരു വലിയ വാഹന വിപ്ലവം തന്നെയാണെന്ന് പറയാം. പക്ഷേ ഈ മോഡലിന് ആവശ്യക്കാർ അതുപോലെയുള്ളത് കൊണ്ട് കിട്ടാൻ അല്പം താമസമുണ്ട്. അല്പം നല്ല, ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ താമസമുണ്ടാകാം. അപ്പോൾ പലരും വിളിച്ചു ചോദിക്കുന്ന താർ റോക്സ് എങ്ങനെയുണ്ട് ചേട്ടാ എന്നൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ പറയും, റോക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കോർപിയോ എന്നിലേക്ക് പോകാമെന്നുള്ളതാണ്. വേണമെങ്കിൽ എന്നല്ല, തീർച്ചയായിട്ടും റോക്സിനോടൊപ്പം അതിന് മുകളിലോ നിൽക്കുന്ന ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണ് സ്കോർപിയോ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 വാഹനങ്ങൾ വിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാമോ എന്ന് പലരും ചോദിച്ചതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ നമ്മൾ ഈ 2 സുന്ദര കുട്ടപ്പന്മാരെയായിട്ട് ഈ ഒരു പറമ്പിലെത്തി നിൽക്കുന്നത്. ഈ സ്കോർപിയോ എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ബ്ലഡിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2002 ആദ്യമായിട്ട് സ്കോർപിയോ വിപണിയിലെത്തിയത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 10 ലക്ഷം യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞത് സ്കോർപിയോയുടേതായിട്ട്. അതിനിടയ്ക്കാണ് സ്കോർപിയോ എൻ എന്ന് പറയുന്ന പുതിയ മോഡൽ വന്നത്. എന്നാൽ ആദ്യകാല സ്കോർപിയോയും പിന്നെ വന്നിരിക്കുന്ന സ്കോർപിയോ എന്നുമായിട്ട് അജഗജാന്തരമാണുള്ളത്. അജഗജാന്തര വ്യത്യാസം എന്നൊക്കെ മലയാളം അറിയാത്തവർ പറഞ്ഞേക്കാം. ഏതായാലും അജഗജാന്തരമാണുള്ളത്. രണ്ടും തമ്മിൽ ഒരു കമ്പാരിസണുമില്ല. ആ രീതിയിൽ മോഡേൺ ആക്കി മാറ്റിയിരിക്കുന്നൊരു വാഹനമാണ് സ്കോർപിയോ എൻ എന്ന് പറയുന്നത്. ഇത്രയും കാലം ഞാൻ പറഞ്ഞല്ലോ 10 ലക്ഷം യൂണിറ്റുകൾ വിറ്റു എന്ന് മാത്രമല്ല, ഈ വാഹനം വന്നതിൽ പിന്നെ വിൽപ്പന ഇരട്ടിയിലധികമായി എന്നാണ് പറയേണ്ടത്. മറ്റൊരു കണക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലുള്ള മിഡ് സൈസ് SUVകളുടെ മാർക്കറ്റ് ഷെയറിൻ്റെ 47% കൈയാളുന്ന സ്കോർപിയോ എന്ന ബ്രാൻഡാണെന്നുള്ളതാണ്. സ്കോർപിയോ എന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് വന്ന സ്കോർപിയോ, അതിപ്പോൾ ക്ലാസിക് എന്നുള്ള പേരിൽ വിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ സ്കോർപിയോ എന്നും വിൽക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർന്നാണ് ഇന്ത്യയിലെ മിഡ് സൈസ് SUVകളുടെ വിപണി 22 വർഷമായിട്ട് പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം വിശ്വാസ്യതയുള്ളൊരു ബ്രാൻഡാണ് സ്കോർപിയോ എന്നുള്ളത് ഇന്ത്യക്കാരുടെ മനസ്സിൽ എന്നുള്ള കാര്യം. ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും വലിയ വാഹനമാണ് സ്കോർപിയോ എൻ. അത് നീളം നോക്കിയാലും വീതി നോക്കിയാലും അതുപോലെ തന്നെ വീൽ ബേസ് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഉയരത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് മറ്റൊരു മാനുഫാക്ചറുടെ വാഹനം ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ മഹീന്ദ്ര താർ റോക്സിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ 4428 മില്ലിമീറ്റർ ആണെങ്കിൽ സ്കോർപിയോ എന്നിൻ്റേത് 4662 മില്ലിമീറ്ററാണ്. അതുപോലെ തന്നെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ താറിന് 1870 ആണെങ്കിൽ ഇത് 1917 അതുപോലെ തന്നെ വീൽ ബേസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് താർ റോക്സ് അല്പം മുന്നിൽ നിൽക്കുന്നത്. കാരണം 2850 മില്ലിമീറ്റർ വീൽ ബേസാണ് താർ റോക്സിനുള്ളതെങ്കിൽ 2750 മില്ലിമീറ്ററാണ് നമ്മുടെ ഈ ഒരു സ്കോർപിയോ എൻ എന്ന് പറയുന്ന ഈ ഒരു കരുത്തനായ വാഹനത്തിൻ്റെ വീൽ ബേസ്. അപ്പോൾ ആ ഒരു വീൽ ബേസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് താർ റോക്സ് ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ ഈ വാഹനത്തിന് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കാര്യത്തിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ വാഹനം വരുന്നുവെന്ന് പ്രഖ്യാപിച്ച് ബുക്കിംഗ് തുടങ്ങി 1 മണിക്കൂറിനുള്ളിൽ 1 ലക്ഷം ബുക്കിംഗ് കിട്ടി റെക്കോർഡ് സ്ഥാപിച്ചൊരു കക്ഷി കൂടിയാണ് ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ താർ റോക്സിലുള്ള അതേ എഞ്ചിനുകളാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ പെട്രോൾ എഞ്ചിനാണെങ്കിൽ അതിനേക്കാളും പവർഫുള്ളാണ്, ട്യൂണിങ്ങിൽ കൂടുതൽ പവർഫുള്ളാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ വാഹനത്തെ പറ്റി പറയാനുള്ളത്. ഇത്രയൊക്കെ പറയുമ്പോൾ താർ റോക്സ് മോശക്കാരാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. എന്താ അതിൻ്റെ ലുക്ക് കണ്ടോ, കിടപ്പുണ്ടോ? തീർച്ചയായിട്ടും ആര് കണ്ടാലും നോക്കിപ്പോകുന്ന അതിസുന്ദരനും കരുത്തനുമായ ഒരു ഗൗരവമുള്ള യുവാവ് തന്നെയാണ് താർ റോക്സ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് താർ റോക്സ് കാത്തിരിക്കാനുള്ള സമയമില്ലെങ്കിൽ സ്കോർപിയോ എന്നിലേക്ക് വരാമെന്നുള്ളതാണ്. ഒട്ടും മോശമായിട്ട് കരുതേണ്ടതില്ല. തന്നെയുമല്ല, എനിക്ക് തോന്നുന്നത് പഴയ സ്കോർപിയോ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒരു റഗഡ് ലുക്കായിരുന്നു. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് വളരെ സോഫ്റ്റ് ലുക്കാണ്. പക്ഷേ ആ ഒരു ഗൗരവം നിലനിർത്തിയിട്ടുമുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു വാഹനമാണ്. ഇൻറ്റീരിയർ സ്പേസ് എന്ന് പറയുന്നത് അമേസിംഗ് ആയിട്ടുള്ള ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പഴയ സ്കോർപിയോയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ആധിക്യമൊന്നും ആയിരുന്നില്ല അത് ശ്രദ്ധിക്കപ്പെടാൻ കാരണം. അതിൻ്റെ റഗഡ്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണ നിലവാരവും കൂടാതെ ഒരു കോമ്പാക്ട്നെസ്സും എല്ലാമായിരുന്നു പ്രധാനമായിട്ടും ശ്രദ്ധിക്കപ്പെടാൻ കാരണമെങ്കിൽ, അത്തരം കാര്യങ്ങളെക്കാൾ ഉപരി മറ്റ് പല കാര്യങ്ങളും, മോഡേൺ ആയിട്ടുള്ള പല കാര്യങ്ങളും സ്കോർപിയോ എന്നിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇത് ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ LED ഹെഡ്ലാമ്പ്, ഡ്യുവൽ ബാരൽ ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള പ്രകാശം പൊഴിക്കുന്ന ഹെഡ്ലാമ്പ് എന്നാണ് പറയേണ്ടത്. തന്നെയുമല്ല അതിൻ്റെ ഒരു മോഡേണിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അടുത്ത് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. താഴെയായിട്ട് ഇവിടെ ഡേറ്റ റണ്ണിങ് ലാമ്പും അതിൻ്റെ കൂടെ LED ഫോഗ് ലാമ്പുമാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. സീക്വൻഷ്യൽ ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് കൊടുത്തിരിക്കുന്നത് 2 സൈഡിലും. ഈ ഒരു ഭാഗം, ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള കാര്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അതുപോലെ പഴയ സ്കോർപിയോയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഗ്രില്ലൊക്കെയാണ് വന്നത്. ഈ കാണുന്ന പോലെ അതിൽ സ്റ്റീൽ ഫിനിഷുമുണ്ട്, കൂടെ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗംഭീരമായ ഒരു ഓഫ് റോഡ് വാഹനം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അപ്രോച്ച് ആംഗിളും ഡിപ്പാച്ചർ ആംഗിളും ഒക്കെ അങ്ങേയറ്റം ഓഫ് റോഡ് വാഹനങ്ങൾക്ക് ചേരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഹൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഏതൊരു മഹീന്ദ്ര വാഹനത്തോടും കിടപിടിക്കും. അതുപോലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള ബോണറ്റ് ലൈനുകളൊക്കെ കൊടുത്ത് ഈ ഒരു ഭാഗമൊക്കെ അങ്ങനെ
ഗംഭീരമാക്കി നിലനിർത്തിയിട്ടുണ്ട്. എന്തായാലും മുൻഭാഗം കാണുമ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെയും കാര്യത്തിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് നമ്മൾ കാണുന്നയാളുടെ കണ്ണാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും എനിക്ക് കാണാനൊക്കെ ഇഷ്ടമാണ് തീർച്ചയായിട്ടും താർ റോക്സിന്. എങ്കിൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് ആണെന്നുള്ള കാര്യം സംശയമില്ല. പഴയ സ്കോർപിയോണ്ട് ബന്ധമില്ലാതെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് കൈ കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട വാഹനങ്ങളാണല്ലോ. ഇനി കാണുമ്പോൾ ഇങ്ങനെ കൊതി വരുന്ന രീതിയിലാണ് ഈ രണ്ട് വാഹനങ്ങളുടെ നിർമ്മാണവും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനും എല്ലാം തന്നെ. തീർച്ചയായിട്ടും താർ റോക്സിൻ്റെ ഒരു വശക്കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുത്തുന്ന ഒരു വശക്കാഴ്ചയാണ്. ഞാനതിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് നമ്മളിതിൻ്റെ ഡ്രൈവിൽ പറഞ്ഞിരുന്നു എനിക്ക് ഈ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ അത് കണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ അങ്ങനത്തെ ഒരു ആദ്യകാലത്ത് ഒരു ഏച്ച് കെട്ടിയ ലുക്കൊക്കെ തോന്നിയിട്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, വളരെ ഭംഗിയായിട്ടുണ്ട്. തന്നെയല്ല ഈ വൈറ്റ് നിറം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, കണ്ണെടുക്കാൻ തോന്നാത്ത രൂപം തന്നെയാണ്, അല്ല നിറം തന്നെയാണ്. എന്തായാലും അങ്ങോട്ട് നോക്കുമ്പോൾ അത് ഒട്ടും മോശക്കാരനല്ല കേട്ടോ. തന്നെയല്ല രണ്ടിൻ്റെ ഹൈറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്രത്തോളം ഹൈറ്റുള്ളൊരു വാഹനമാണ്, എത്രത്തോളം കൂടുതൽ ഹൈറ്റുള്ള വാഹനമാണ് സ്കോർപിയോ എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ ടയേഴ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ സ്കോർപിയോ എന്നിൻ്റെ കാര്യത്തിൽ 18 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് കാണാവുന്ന പോലെ തന്നെ മനോഹരമായ അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഒരു എന്താ പറയുക ഡൾ ഫിനിഷുള്ള അലോയ് വീലാണ്, പക്ഷേ അത് ഈ വൈറ്റ് നിറത്തിന് നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു വീലാർസിലൊക്കെ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഓഫ് റോഡർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് മോശമല്ല, 182 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. കൂടാതെ ആ ഒരു ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് ചവിട്ടി കയറാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഫുട് സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് അമേസിങ് ആണ്, ഇഷ്ടം പോലെയാണ്. 3 റോ സീറ്റുള്ള വാഹനമായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആണ് ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ എത്തുമ്പോഴേക്ക് എവിടേക്കോ നമുക്ക് XUV 700 ഉറപ്പിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു സ്റ്റൈലിംഗ് ഒക്കെ അങ്ങനെ വന്നു പോകുന്നുണ്ട്. തന്നെയല്ല തേർഡ് റോ സീറ്റിലിരിക്കുന്നവർക്ക് മോശമല്ലാത്ത ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള വലിയ കോർണർ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. വശക്കാഴ്ചയിൽ തീർച്ചയായിട്ടും വളരെ ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ്. പഴയ സ്കോർപിയോയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധമില്ല കേട്ടോ, ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. പേര് മാത്രം ആ ഒരു എന്താ പറയുക ഒരു ഐതിഹാസിക പേരായതുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു തരത്തിലുള്ള സാമ്യം ഈ രണ്ട് വാഹനങ്ങളും തമ്മിലില്ല. ഇവിടെ അഡ്രിനോക്സ് എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ വാഹനങ്ങൾ ഇപ്പോൾ കാണുന്ന പുതിയ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പിൻഭാഗം ഞാൻ എപ്പോഴും പറയുന്ന പോലെ SUVകളുടെ പിൻഭാഗമാണ് രൂപകൽപ്പനയിൽ ഏറ്റവും പിഴയ്ക്കുന്നതെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ അതൊന്നും പറയാനില്ല. അതിഗംഭീരമായ പിൻഭാഗം, മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സ്കോർപിയോയുടെ പുതിയ ആ ഒരു ലോഗോയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ സ്കോർപിയോ N എന്നുള്ള ബാഡ്ജിൽ N റെഡായിട്ട് കൊടുത്തിരിക്കുന്നു. എന്തായാലും വലിയ കട്ടുകളും ക്രീസുകളൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല പിൻഭാഗത്തെ രൂപകൽപ്പനയിൽ. മേൽഭാഗത്തായിട്ട് നമുക്ക് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറും സ്റ്റോപ്പ് ലാമ്പും ഒക്കെ കാണാം. അതുപോലെ തന്നെ ഡീഫോഗറും വൈപ്പറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് കാണാം. ഇപ്പോൾ ഈ 3 നിര സീറ്റുകളും തുറന്നു വെച്ച അവസ്ഥയിൽ ഇതാണ് നമുക്ക് കിട്ടാവുന്ന ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. 2-3 പെട്ടികളൊക്കെ വയ്ക്കാം, പക്ഷേ ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് ഫോൾഡ് ചെയ്ത് ഇഷ്ടംപോലെ സ്പേസ് കണ്ടെത്തുകയും ചെയ്യാം. അത് പൂർണ്ണമായിട്ടും നമുക്കിത് മറിക്കാവുന്ന രീതിയിലാണ് ഈ സീറ്റിൻ്റെ രീതി കൊടുത്തിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും 5 പേര് കൂടുതലും സഞ്ചരിക്കാറില്ല. 5 പേര് കൂടുതൽ സഞ്ചരിക്കുകയാണെങ്കിൽ സ്പേസ് തീർച്ചയായിട്ടും ലഗേജ് സ്പേസ് അത്രേ ഉള്ളെങ്കിലും, പക്ഷേ ഇതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മറിച്ചും തിരിച്ചും ഇഷ്ടംപോലെ സ്പേസ് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ കാര്യം നിർമ്മാണ നിലവാരം എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ചുമ്മാ കൊണ്ടുവന്ന് ഇടിപ്പിച്ച് നോക്കുമ്പോൾ തന്നെ 5 സ്റ്റാർ കിട്ടി. കാരണം അത്രയധികം കരുത്തുറ്റ വാഹനങ്ങളാണല്ലോ മഹീന്ദ്ര നിർമ്മിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളൊരു വീഡിയോ ആയിരുന്നു, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഭാരത് എൻഗ്യാപ്പ് എന്ന് പറയുന്ന ക്രാഷ് ടെസ്റ്റ് വന്നല്ലോ. ക്രാഷ് ടെസ്റ്റിൽ നമുക്ക് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കൊണ്ടുപോയി ക്രാഷ് ടെസ്റ്റ് നടത്താം എന്നേ ഗവൺമെൻറ് പറയുന്നുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയിരിക്കുന്നതാണ്.
അതിൽ ധൈര്യമായിട്ട് ആദ്യം തന്നെ വാഹനം കൊണ്ടുപോയി കൊടുത്ത കമ്പനി 3 കമ്പനിയുള്ളൂ. അതിലൊരു കമ്പനി മഹീന്ദ്രയാണ്. മഹീന്ദ്ര എല്ലാ വാഹനങ്ങൾക്കും കൊണ്ടുപോയി ഇടിപ്പിച്ച എല്ലാ വാഹനത്തിനും 5 സ്റ്റാർ കിട്ടുകയും ചെയ്തു. കാരണം ഒരു സംശയമില്ല, കാരണം അത്രയധികം നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും മഹീന്ദ്രയുടെ വാഹനങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ 2 വാഹനങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കാഴ്ചയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാകാം. ഏതാണ് കാഴ്ചയിൽ കൂടുതൽ ഭംഗിയുള്ള വാഹനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം എന്നുള്ള കാര്യം. പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമുക്ക് ഒരിക്കലും മടുപ്പുളവാക്കാത്ത ഒരു നിർമ്മാണ രീതി അല്ലെങ്കിൽ ഡിസൈൻ രീതി തീർച്ചയായിട്ടും സ്കോർപ്പിയോയുടെ ഈ ക്ലാസിക്കിനായാലും ഉണ്ട്, അതുപോലെ സ്കോർപ്പിയോ എന്നിനുമുണ്ട്. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇനിയിപ്പോൾ നോക്കേണ്ടത് ഫീച്ചേഴ്സിൻ്റെ കാര്യവും അതുപോലെ ഇൻറ്റീരിയറിൻ്റെ ഒരു മോഡേണിറ്റിയൊക്കെയാണ്. കാരണം സ്കോർപ്പിയോ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു സ്കോർപ്പിയോയുടെ കുറച്ച് എന്താ പറയുക ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ ക്ലാസിക്കിൽ വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഏറ്റവും പുതിയ താർ ഓക്സിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഏറ്റവും പുതിയ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്വിക്കായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറോട് ഒന്ന് കാണാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് നമ്മൾ സ്കോർപ്പിയോ എന്ന് കാണുന്നത് പൂനെയിൽ ഒരു ഹോട്ടലിൽ വെച്ചാണ്. അത് നമ്മൾ ഡ്രൈവിന് കൊണ്ടുപോയത്. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ള സ്കോർപ്പിയോ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കയറുമല്ലോ, കയറിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അതുകൊണ്ടൊരു ബന്ധമില്ലെന്ന് മാത്രമല്ല അങ്ങേയറ്റം പ്രീമിയമുള്ള ഇൻറ്റീരിയറാണ്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ താർ റോക്സ് അല്ല മഹീന്ദ്രയുടെ ഏത് പുതിയ വാഹനത്തിൽ കയറിയാലും ഈ വാഹനം ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ആ രീതിയിൽ മോഡേൺ ആണെന്നാണ് പറയേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ ഒരു കോഫി ബ്രൗൺ നിറമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്കും കോഫി ബ്രൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. തന്നെയല്ല പഴയ സ്കോർപ്പിയോയുടെ മാതിരി തന്നെയാണ് എനിക്ക് ഈ ഒരു ഡാഷ്ബോർഡ് കാണുമ്പോൾ തോന്നുന്നത്. അതിങ്ങനെ വളരെ ചെറിയൊരു ഡാഷ്ബോർഡ് അങ്ങനെ മുന്നിലേക്ക് ചേർന്നിരിക്കുന്നതായിരുന്നെങ്കിൽ ഏതാണ്ട് അതേ രീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മോഡേൺ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്, വളരെ എലഗൻ്റാണെന്നാണ് പറയേണ്ടത്. അതുപോലെ സീറ്റ് ഈ പറഞ്ഞ പോലെ ഒരു ഓഫ് റോഡ് വാഹനമൊക്കെ ആകുമ്പോഴത്തേക്കും വേണ്ട ആ സീറ്റിൻ്റെ ഒരു കുഷനിങ് അതേ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള സീറ്റാണ്. സുഖമായിട്ട് കാല് അങ്ങനെ ചേർന്നിരിക്കുന്നുണ്ട്. നല്ല ബോൾസ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. തന്നെയല്ല ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയും ഈ ഒരു സോഫ്റ്റ് ലെതർ ഉപയോഗിച്ചിരിക്കുന്നു. ഡാഷ്ബോർഡിൽ അതിലും സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്കോർപ്പിയോ എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. പിന്നെ അപ്രൈറ്റ് ആയിട്ടുള്ള AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടേക്ക് വരുമ്പോൾ 8 ഇഞ്ചിൻ്റെ ഒരു ഗംഭീര ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ല ക്ലാരിറ്റിയുള്ള നല്ല റെസൊല്യൂഷനുള്ള സ്ക്രീനാണ്. ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോയും അത് രണ്ടും വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈവൻ ആമസോൺ അലക്സ പോലും ഇതിൻ്റെ അകത്തുണ്ട്. റിമോട്ടായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള പരിപാടികളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നാവിഗേഷൻ ഉണ്ട്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. മ്യൂസിക്, ഫോൺ, നാവിഗേഷൻ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 3D സറൗണ്ട് സൗണ്ടുള്ള സോണി എന്ന് എഴുതിയതാണ്. സോണിയുടെ ഒരു ഉഗ്ര മ്യൂസിക് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ കുറേ ഈ മ്യൂസിക് കമ്പനികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സോണി അധികം കാണാറില്ല. പക്ഷേ സോണിയുടെ ക്ലാരിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അന്നും മോശമല്ല. അതുകൊണ്ട് തന്നെ സോണി നല്ല ഗംഭീരമായൊരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത്തരം സ്ക്രീനിലുള്ള കാര്യങ്ങളെല്ലാം അതാണ് നമ്മൾ കണ്ടത്. റിവേഴ്സ് ക്യാമറ കണ്ടു നോക്കാം. നല്ല റെസൊല്യൂഷനുള്ള ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെൻസേഴ്സും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ കുറച്ച് ഫിസിക്കൽ സ്വിച്ചുകളൊക്കെ നമുക്കിവിടെ കാണാം. ഇതെല്ലാം ക്ലൈമറ്റ് കൺട്രോളിൻ്റെ 2 സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് കാണുന്നതെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫിസിക്കലുള്ള സ്വിച്ചുകളിൽ ക്യാമറ വീണ്ടും നമുക്കിവിടെ കാണാം. അതുപോലെ ഇത് വേണമെങ്കിൽ നമുക്ക് ഐഡിലിങ്ങിൽ വാഹനം ഓഫാകുന്ന സിസ്റ്റം വേണമെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള സ്വിച്ചുകൾ ഫിസിക്കൽ സ്വിച്ചുകളെല്ലാം താഴെ കാണാം. ഇവിടെ ചാർജിങ് പോർട്ടുകളുടെ സ്ഥലമാണ്, അതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വയർലെസ് ചാർജിങ് പാഡും കൊടുത്തിരിക്കുന്നു.
ഇത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗിയർ ലിവറാണ് ഈ കാണുന്നത്. അതും ലെതർ റാപ്ഡാണ്, വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഗംഭീരമായ ആംബ്രസ്റ്റ്, വിശാലമായ ആംബ്രസ്റ്റ്. അതിൽ വേണമെങ്കിൽ മൊബൈലൊക്കെ വയ്ക്കാവുന്ന ഒരു ഏരിയ അവിടെയും കൊടുത്തിട്ടുണ്ട്. അത്ര ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പേസ് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു വീൽ ബേസും ഇതിൻ്റെ നീളം എന്നൊക്കെ പറയുന്നത് മറ്റേ ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ വീൽ ബേസ് പക്ഷേ താറോക്സ് ആട്ടോ മുന്നിൽ. എങ്കിലും നീളമൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടിയ നീളവും വീതിയും ആയതുകൊണ്ട് അതെല്ലാം നമുക്ക് ഉൾഭാഗത്തിരിക്കും വളരെ ഏറെയായിട്ടുള്ളൊരു ഇൻറ്റീരിയർ സമ്മാനിക്കുന്നുണ്ട്. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അത് അതിൻ്റെ ഒരു ഡിസൈൻ തന്നെ നല്ല രസകരമായിട്ടാണ്. അതിൻ്റെ ഡോർ ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, ഫ്ലോട്ടിംഗ് രീതിയിലാണ്. അതൊക്കെ വളരെ രസകരമായിട്ടുണ്ട്. കൂടാതെ വലിയ വാട്ടർ ബോട്ടിൽ വയ്ക്കാം, കൂടാതെ 1-2 ചെറിയ ബോട്ടുകളും വയ്ക്കാവുന്ന അത്രയും സ്പേസ് അവിടെയുണ്ട്. നല്ലൊരു ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ സോണിയുടെ ട്യൂട്ടർ ആ ഒരു എ പില്ലറിൽ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റുള്ളൊരു വാഹനമായിട്ട് പിടിച്ചു കയറാൻ വേണ്ടി ഇവിടെ ഒരു ഹാൻഡിലും കൊടുത്തിരിക്കുന്നു. സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആദ്യകാലത്ത് നമ്മുടെ ആദ്യകാല സ്കോർപ്പിയോയിൽ നമ്മളെ ഏറ്റവും ആകർഷിച്ചൊരു കാര്യമാണ്. കാരണം അത്രയധികം ഹൈറ്റുള്ള ഒരു SUV എന്ന് പറയുന്നത് അന്ന് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. തന്നെയല്ല വളരെ ഷോർട്ടായിട്ടുള്ള ഈ ഒരു ഡാഷ്ബോർഡും കൂടിയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം. ഇത് ഏതാണ്ട് അതേ സമാനമായ രീതി തന്നെ കൊടുത്തിരിക്കുന്നു. പക്ഷേ ആ വാഹനത്തിലില്ലാത്ത പല കാര്യങ്ങളും, അതായത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ സീറ്റുകളുടെ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഗംഭീരമായ ഒരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നുമുണ്ട്. ഇതെല്ലാം ഡ്രൈവർ സീറ്റിനാണ് അത് കൊടുത്തിരിക്കുന്നത്. പാസഞ്ചർ സീറ്റ് മാനുവലി തന്നെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. വിസിബിലിറ്റി എന്ന് പറയുന്നത് അപാരമാണ്. മുന്നിൽ ഇത്രയും ഹൈറ്റുള്ളൊരു വാഹനമായിട്ടും ബോണറ്റൊന്നും അങ്ങനെ ഉയർന്നു നിന്ന് നമ്മുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നില്ല. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് വീൽ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ എല്ലാ വാഹനങ്ങളുടെയും സ്റ്റിയറിംഗ് വീലിന് സമാനം എന്നാണ് പറയേണ്ടത്. ഈ ലോഗോയാണ് നമ്മൾ ആ ഒരു സമാനത കൊണ്ടുവരുന്നതെന്ന് പറയാം. ഈ സൈഡിലേക്ക് വരുമ്പോൾ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ, ഇവിടെ നമുക്ക് വോളിയം കൺട്രോൾ, അതുപോലെ വയർലെസ് ടെലിഫോണിൻ്റെ കൺട്രോളൊക്കെ ഇവിടെ കാണാം. വളരെ വിശാലമായ ഒരു മീറ്റർ കൺസോൾ കൊടുത്തിരിക്കുന്നു. അതിൽ പല വെഹിക്കിൾ ഇൻഫർമേഷൻ, അതുപോലെ TPMS ടയർ പ്രഷർ മോട്ടോറിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. വളരെ ക്ലാരിറ്റിയുള്ള ഗംഭീരമായ അത് അനലോഗും അതുപോലെ തന്നെ ഡിജിറ്റലും രണ്ടുകൂടെ ചേർന്ന് കമ്പൈൻ ചെയ്തിട്ടുള്ള രീതിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ ലൈറ്റിൻ്റെയും വൈപ്പറിൻ്റെയൊക്കെ സ്വിച്ചുകളും എല്ലാം ഏറ്റവും നിലവാരമുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നതും വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. അവിടെ പാർക്കിംഗ് സെൻസറിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഭംഗിയായി അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ കണ്ടോ എന്താണ് വിസിബിലിറ്റി എന്നുള്ളത്. അതിഗംഭീരമായ വിസിബിലിറ്റി, നല്ല സീറ്റിംഗ് പൊസിഷൻ, അത്തരം കാര്യങ്ങളിലെല്ലാം ഈ വാഹനത്തെ തോൽപ്പിക്കാനാവില്ല എന്നാണ് പറയേണ്ടത്. ഇനി സൺറൂഫ് സിംഗിൾ പെയിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നിലേക്കില്ല, നമുക്ക് മുൻഭാഗം തുറന്നു വയ്ക്കാവുന്ന സൺറൂഫ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് മുൻഭാഗത്തിരുന്ന് പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് സെക്കൻഡ് റോയിൽ കൂടി ഇരുന്ന് നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയണല്ലോ, താർ റോക്സ് മോശമാണെന്ന് പറഞ്ഞുള്ള കമ്പാരിസണാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളിപ്പോൾ ഈ 2 വാഹനങ്ങളെ കമ്പയർ ചെയ്യുന്ന പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് മമ്മൂട്ടിയും മോഹൻലാലിനെ കമ്പയർ ചെയ്യുന്ന പോലെ. രണ്ടുപേരും മോശക്കാരല്ല. അപ്പോൾ നമ്മൾ മമ്മൂട്ടിയുടെ ഒരു പടത്തിന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? മോഹൻലാലിൻ്റെ പടത്തിന് കയറും, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പടത്തിന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ മമ്മൂക്കയുടെ പടത്തിന് കയറും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അപ്പം താർ റോക്സ് എന്ന് പറയുന്ന പടത്തിന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്കോർപ്പിയോനിലേക്ക് കയറാലും മോശമല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പറഞ്ഞ് വാളിപ്പോയില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് റോ സീറ്റിലേക്ക് പോകാം. അപ്പോൾ 182 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഒട്ടും മോശം ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ചവിട്ടി കയറുന്നത് തെറ്റില്ല. കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഓടി കയറാം. പക്ഷേ നിങ്ങളെപ്പോലുള്ള പ്രായമായവർ വേണമെങ്കിൽ ഒന്ന് ഫുഡ് സ്റ്റെപ്പ് ചവിട്ടിക്കോ, എന്നിട്ട് അങ്ങനെ പിടിച്ചങ്ങനെ കയറാം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സത്യം പറയല്ല, മുന്നിൽ ഇരിക്കുന്നതിനേക്കാളും ഒരു സുഖം പിൻഭാഗത്തിരിക്കുന്നതിനാണ് എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലുള്ള നല്ല ഹൈറ്റുള്ളൊരു സീറ്റാണ് നമുക്ക് പിൻഭാഗത്ത് കിട്ടുന്നത്. എന്ന് തന്നെയല്ല, ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. നമ്മുടെ തൊട്ട് താഴെയാണ് വിൻഡോ ലൈൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ വിശാലമായ പനോരമ പ്രൊജക്ഷനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്പേസ് ഇത് ഞാൻ ഒത്തിരി പിന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ടും എനിക്ക് സാമാന്യം ഭേദപ്പെട്ട ലെഗ് സ്പേസ് ഉണ്ട് അവിടെയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഫ്ലാറ്റ് ഫ്ലോറാണ്. അതുകൊണ്ട് സുഖമായിട്ട് 3 പേർക്ക് വേണമെങ്കിൽ, എല്ലാവരും സ്നേഹത്തോടുകൂടി കഴിയുന്ന ഫാമിലിയാണ്, 4 പേർക്കും ഇരിക്കാൻ പറ്റുന്ന അത്രയും സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. AC പിൻഭാഗത്തേക്കും ACയുടെ കൺട്രോളുകൾ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് പിന്നിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് റൂഫ് കട്ട് ചെയ്ത് എത്ര ഹൈറ്റുള്ളവർക്ക് ഇരിക്കാവുന്ന അത്രയും ഹെഡ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ 3 പേർക്ക് സുഖമായിരിക്കാം. ഇനി മൂന്നാമനില്ല എങ്കിൽ നല്ലൊരു ആംബ്രസ്റ്റും നല്ല കപ്പ് ഹോൾഡറും കൊടുത്തിരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ ഏറ്റവും സുഖകരമായ കാര്യം സീറ്റിൻ്റെ ഒരു കുഷനിങ് ആണെന്നുള്ളൊരു സംശയമില്ല. കുറച്ച് എന്താ പറയുക, ടൈറ്റാണ് കുഷനിങ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇരിക്കാനുള്ള സുഖമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കാലുവേദന ഒന്നും എടുക്കില്ല. നല്ല തൈ സപ്പോർട്ടാണ്, കാല് നന്നായിട്ട് ചേർന്ന് ഇരിക്കുന്നുമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമാണ്. പിന്നെ ഇവിടെയും നമുക്ക് വലിയൊരു ബോട്ടിൽ വയ്ക്കാം.
ഡോർ പാഡിൽ അതുപോലെ തന്നെ നല്ലൊരു ആംറസ്റ്റും എല്ലാം ഉണ്ട്. വലിയ വിശാലമായ ഡോർ തന്നെയാണ്. കാരണം പിന്നിലേക്ക് കിടക്കേണ്ടതും നമുക്ക് ഈ ഡോർ തുറന്ന് സീറ്റ് മടക്കിയാണല്ലോ, അതുകൊണ്ട് വിശാലമായ ഡോർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സീറ്റിൻ്റെ ഹൈറ്റ് ആയാലും അതുപോലെ തന്നെ ഹെഡ് സ്പേസ് ആയാലും ലെഗ് സ്പേസ് ആയാലും ഒന്നും തന്നെ മോശമല്ല. AC വെൻ്റൊക്കെ പിൻഭാഗത്തേക്ക് കൊടുത്ത് അത്രയും കാര്യങ്ങൾ മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി തേർഡ് റോ സീറ്റ് നമുക്കറിയാമല്ലോ, ഏത് വാഹനത്തിൻ്റെ ആയാലും അത്ര മുതിർന്നവർക്ക് ദീർഘദൂരം ഇരിക്കാൻ പറ്റുന്നതല്ല. എങ്ങനെയുണ്ട് ഈ വാഹനത്തിൻ്റെ നമ്മൾ നോക്കിയതാണെങ്കിൽ പോലും അതുതന്നെയായിരിക്കും. കുട്ടികളാണ് പ്രധാനമായിട്ടും മൂന്നാം നിരയിലിരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് മുൻഭാഗത്തെ സീറ്റ് ഫോൾഡ് ചെയ്ത് ഒരു ചെറിയ വിരൽ സ്പർശം മതി, അദ്ദേഹം അങ്ങ് മടങ്ങിപ്പോവും. ഇതിവിടെ ഇങ്ങനെ ചവിട്ടി അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കാൻ സുഖമൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പിൻഭാഗത്തേക്ക് ഹൈറ്റ് കൂടി വരുന്നതുകൊണ്ട് നമ്മുടെ തൈ സപ്പോർട്ട് എപ്പോഴും കുറവായിരിക്കും പിൻഭാഗത്തിരിക്കുന്ന സീറ്റുകൾക്ക്. അപ്പോൾ ഇതിങ്ങനെ മടക്കി ഇതിങ്ങനെ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ ദൂരം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ദീർഘദൂരം പോകുമ്പോൾ മുതിർന്നവരാകുമ്പോൾ തൈ സപ്പോർട്ട് കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും സ്പേസ് മോശമല്ല. അതാ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ തൈ സപ്പോർട്ടാണ് ഇതിൻ്റെ അതൊരു പ്രശ്നം പറയാവുന്ന കാര്യം. അപ്പോൾ പിൻഭാഗത്തിരിക്കുന്നവർക്ക് വിശാലമായ ഗ്ലാസ് ഏരിയ ഉണ്ട്. ഇവിടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ഹാൻഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഫോൺ സൂക്ഷിക്കാവുന്നൊരു സ്പേസ് ഇവിടെയും കാണാം. എന്തായാലും ഇത്രയും വിശാലമായ ഗ്ലാസ് ഏരിയ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ലെഗ് സ്പേസ് ഇത്രയുമാണ് ഉള്ളത്. എങ്കിലും 2 പേർക്ക് ഇരിക്കാൻ സാധിക്കും. ചെറിയ ദൂരമൊക്കെ ആണെങ്കിൽ, കുട്ടികളാണെങ്കിൽ 3 പേർക്കും ഇരിക്കാൻ സാധിക്കും സുഖമായിട്ട്. അവരങ്ങനെ കളിച്ചും ചിരിച്ചും ഇവിടെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടത് സ്കോർപിയോ എൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറൊക്കെയാണ്. അപ്പോൾ ഞാൻ പണ്ട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് മാതൃഭൂമിയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് മിഠായി തെരുവിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം വിൽക്കുന്ന ലക്ഷ്മണരേഖ എന്ന് പറഞ്ഞിട്ട് ഈ ഈ പാറ്റയെ ഓടിക്കുന്ന ഒരു മരുന്നാണ്. അത് നമ്മൾ വീട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ വരച്ച് വെച്ചാൽ പാറ്റ അങ്ങോട്ട് കടക്കില്ല. അതാണ് ലക്ഷ്മണരേഖ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അദ്ദേഹം നല്ല തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ സാധനം എടുത്തിട്ട് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയും. അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം. എന്ന് പറഞ്ഞാൽ കുറച്ച് നേരമായിട്ട് എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു യുവാവ് കിടപ്പുണ്ട്. അതാണ് നമ്മുടെ മഹീന്ദ്ര താർ റോക്സ്. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളൊന്ന് അകത്തേക്ക് കയറി നോക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെയും വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണമല്ലോ ഇദ്ദേഹം കിടക്കുമ്പോൾ. ആഹാ, ഇതും ഈ പറഞ്ഞ പോലെ കേട്ടോ, എൻ്റെ അമ്മ മാരകമായ ലുക്കാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ജനഹൃദയങ്ങളെ ഇത്രയധികം ആകർഷിച്ചൊരു യുവാവ് വേറെ ഇല്ല എന്നാണ് പറയേണ്ടത്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉണ്ണി മുകുന്ദനായിരുന്നു പഴയ 3 ഡോറെങ്കിൽ, അദ്ദേഹം ഇപ്പോൾ മാർക്കോയിൽ വന്നപ്പോഴത്തേക്കും പാൻ ഇന്ത്യ സ്റ്റാറായി എന്ന് പറഞ്ഞ പോലെയായി ഇപ്പം ഈ വാഹനം വന്നു കഴിഞ്ഞപ്പോൾ. എന്തായാലും ഇൻറ്റീരിയർ ഗംഭീരമാണെന്നാണ് പറയേണ്ടത്. അതിൽ നമ്മൾ കണ്ടത് 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ഇത് 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനായി. പക്ഷേ നമ്മൾ ആ വാഹനത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഹൈറ്റ് തീർച്ചയായിട്ടും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. കാരണം അത് കുറേ ഹൈറ്റുള്ള വാഹനമാണ്. എങ്കിലും ഇതിൻ്റെ ഇൻറ്റീരിയർ അമേസിംഗ് ആണ്. ഈ ഒരു വൈറ്റ് പലർക്കും ഒരു പേടിയുണ്ട്. ഈ പറഞ്ഞ പോലെ ഓഫ് റോഡ് പോകുമ്പോൾ ഈ വൈറ്റ് ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വേറൊരു കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം തന്നിട്ടുമുണ്ട് മഹീന്ദ്ര. വേണ്ട പോലെ തിരഞ്ഞെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് 4-wheel ഡ്രൈവ് ആയതുകൊണ്ട് ഇവിടെ എക്സ്ട്രാ ഒരു ലിവർ കൂടി നമുക്കിവിടെ കാണാം. ഏതാണ്ട് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് മഹീന്ദ്രയുടെ SUVകൾക്ക് പൊതുവേ കാണുന്ന ടൈപ്പ് ഒരു ഡിസൈനാണ്. അതാണ് ഈ മുൻഭാഗം അങ്ങനെ ചേർന്നിരിക്കുന്നതുകൊണ്ട് ഉള്ളിൽ കൂടുതൽ സ്പേസ് കിട്ടും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഡിസൈൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഏതാണ്ട് നമ്മൾ സ്കോർപിയോയിൽ കണ്ട രീതികളൊക്കെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. എന്തായാലും 2 വാഹനങ്ങളും നിർമ്മാണ നിലവാരത്തിൻ്റെയും അതുപോലെ ഇൻറ്റീരിയറിൻ്റെ ഒട്ടും മോശമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു വാഹനം താർ റോക്സ് ബുക്ക് ചെയ്ത് കാത്തിരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോർപിയോയിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. അത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആ വാഹനത്തിലുണ്ട്. തന്നെയുമല്ല ഈ ഒരു വലിപ്പം, അതായത് ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹമാണ് പല കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞെങ്കിലും ഇതും ഒരു അമേസിങ് സംഭവമാണ്. തന്നെയല്ല ഇതിൽ പനോരമിക് സൺറൂഫ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ.
അത്തരം അതിൽ നമ്മൾ കണ്ട സിംഗിൾ പെയിൻ ആണെങ്കിൽ ഇതിൽ ഒരു പനോരമയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് എൻഡ് മോഡലിലേക്ക് വരുമ്പോൾ. ഈ അടുത്ത കാലത്ത് മഹീന്ദ്രയുടെ വാഹനങ്ങൾ വന്നപ്പോൾ പലരും ഡിസൈൻ്റെ കാര്യത്തിൽ ഏറ്റവും ഗംഭീരമായ വാഹനങ്ങൾ എന്ന് അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് മഹീന്ദ്രയുടെ വാഹനങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കപ്പെടേണ്ടതിൻ്റെ എഞ്ചിനുകളാണ്. എഞ്ചിനുകൾ എന്ന് പറയുന്നത് ഡീസലായാലും പെട്രോൾ ആയാലും ഒരേപോലെ റിഫൈൻഡാണ്, വളരെ സ്മൂത്താണ്, വളരെ റിഫൈൻഡാണ്, അതുപോലെ തന്നെ വളരെ പവർഫുള്ളുമാണ്. ഒരു കുറ്റവും പറയാൻ പറ്റാത്ത കിഡിലൻ എഞ്ചിനുകൾ, അതേപോലെ തന്നെ ഗംഭീരമായ ട്രാൻസ്മിഷനുകൾ. അതാണിപ്പോൾ പൊതുവെ മഹീന്ദ്രയുടെ വാഹനങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ മഹീന്ദ്ര താർ റോക്സ് വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ച എഞ്ചിനുകളെയാണ്. എന്നാൽ അതേ എഞ്ചിനുകൾ തന്നെയാണ് സ്കോർപിയോ എന്നിലും ഉള്ളത് എന്ന് മനസ്സിലാക്കുക. എന്ന് തന്നെയുമല്ല, ഈ വാഹനത്തിൽ വന്നപ്പോൾ ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ താറിലെ റോക്സിലെ എഞ്ചിനേക്കാളും കൂടുതൽ പവർഫുള്ളായിട്ട് മാറിയിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു പവർ തീർച്ചയായിട്ടും ഉണ്ട്, അതോടൊപ്പം തന്നെ റിഫൈൻമെൻറ്റും എല്ലാം കൂടി ഇത് ഓടിക്കുന്ന ഒരു ഗംഭീരമായ അനുഭവമാണ്. പിന്നെയുള്ളത് ഈ ഒരു വളരെ കമാൻഡിങ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്. ആ കാര്യത്തിലും ഈ വാഹനത്തെ തോൽപ്പിക്കാൻ മറ്റു വാഹനങ്ങളൊന്നും തൽക്കാലം ഈ സെഗ്മെൻ്റ് ഇല്ല. കാരണം അത്രയധികം ഹൈറ്റും അത്രയധികം ഗ്രൗണ്ട് ക്ലിയറൻസും ടയർ സൈസും എല്ലാം കൂടി ചേരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ആ ഒരു ഹൈറ്റിലൊക്കെ ഇരുന്ന് സുഖമായി വിസിബിലിറ്റിയോട് ഓടിക്കുമ്പോൾ ഏതൊരു ഓഫ് റോഡും കയറാൻ പ്രാപ്തനായി നമ്മൾ മാറുന്നുണ്ട് വാഹനത്തോടൊപ്പം തന്നെ. പെട്ടെന്നൊന്ന് എഞ്ചിൻ്റെ സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ താർ റോക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ 2 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോളും അതുപോലെ തന്നെ 2.2 ലിറ്റർ 4 സിലിണ്ടർ ഡീസലുമാണുള്ളത്. പവർ നോക്കുകയാണെങ്കിൽ അതിന് 2 സ്റ്റേറ്റ് ഓഫ് ട്യൂൺസ് ഉണ്ട് പെട്രോളിൻ്റെ കാര്യത്തിൽ. അത് 162 BSP 177 BSPയുമാണ്. ഡീസലിൽ 152 BSP 175 BSP. എന്നാൽ നമ്മളിപ്പോൾ സ്കോർപിയോ എന്നിലേക്ക് വരികയാണെങ്കിൽ അതിലും ഉള്ളത് എഞ്ചിനുകൾ രണ്ടും സെയിം ആണെങ്കിൽ പോലും 203 BSP ആണ് പെട്രോൾ. അതായത് 177 മാക്സിമം പവർ താർ റോക്സിൻ്റെ പെട്രോളെങ്കിൽ ഇത് 203 BSP ആണ്. പിന്നെ ഡീസലിലേക്ക് പോകണമെങ്കിൽ 132 175. അതിൽ ആകെ ആ ഒരു ഫസ്റ്റ് വേരിയൻറ്റിൽ 152 BSP ആണ് താർ റോക്സിനെങ്കിൽ ഇതിൽ 20 BSP കുറവാണ്. പക്ഷേ ടോപ്പിൻ്റെ മോഡലിലേക്ക് വരുമ്പോൾ ഡീസലിൻ്റെയും പവർ ഒരേ പവറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ടോർക്കിലേക്ക് പോവുകയാണെങ്കിൽ താർ റോക്സ് 330 ന്യൂട്ടൺ മീറ്ററും 380 ന്യൂട്ടൺ മീറ്ററുമാണ് പെട്രോളിൻ്റെ കാര്യത്തിലെങ്കിൽ 330 ന്യൂട്ടൺ മീറ്ററും 370 ന്യൂട്ടൺ മീറ്ററുമാണ് ഡീസൽ എഞ്ചിനുകൾ. നമ്മളിപ്പോൾ ഇനി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്കോർപിയോ എന്നിലേക്ക് വരികയാണെങ്കിൽ 300 ന്യൂട്ടൺ മീറ്ററാണ് പെട്രോൾ, അതുപോലെ 370 ന്യൂട്ടൺ മീറ്ററും 400 ന്യൂട്ടൺ മീറ്ററുമാണ് ഡീസൽ. അപ്പോൾ 330 ന്യൂട്ടൺ മീറ്ററും 370 താർ റോക്സിലെങ്കിൽ ഇത് 370 400 ന്യൂട്ടൺ മീറ്ററാണ്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റൻറ്റ് പവർ ഡെലിവറിയൊക്കെ എത്രത്തോളം കൂടുതലുണ്ടാകും എന്ന് ആലോചിച്ച് നോക്കാം. ട്രാൻസ്മിഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ്. ഇത് തന്നെയാണ് നമ്മൾ താർ റോക്സിലും കാണുന്നത്. 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ഓട്ടോമാറ്റിക്കുമാണ്. രണ്ടിനും ആ ഓപ്ഷൻസ് ഉണ്ട് പെട്രോളിലും ഡീസലിലും. പിന്നെ റിയർ വീൽ ഡ്രൈവും 4 വീൽ ഡ്രൈവും അതും നമുക്ക് ഈ 2 വാഹനങ്ങളും തിരഞ്ഞെടുക്കാം. ഈ ഒരു ഗംഭീര ടോർക്ക്, അതായത് താർ റോക്സിനേക്കാൾ കൂടുതലുള്ള ടോർക്കുള്ള എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അത് മിഡ് റേഞ്ചിലാണ് നമുക്ക് ശരിക്കും ആ ടോർക്കിൻ്റെ ആ ഒരു തിര തള്ളൽ അനുഭവിക്കാൻ കഴിയുന്നത്. അത് ഈ ഒരു ടോർക്കിൻ്റെ ഒരു റെഡ് ലൈൻ വരെയും ആ ഒരു പവർ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു വാഹനമാണ് ഓടിക്കുന്നത് തോന്നാത്ത രീതിയിൽ ഗംഭീരമായ പവർ ഡെലിവറി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനുകൾക്ക് മാത്രമായിട്ട് സിപ് സാപ്പ് സൂം എന്ന് പറയുന്ന 3 മോഡുകൾ ഡ്രൈവ് മോഡുകൾ കൊടുത്തിട്ടുണ്ട്. അത് 3ഉം കൂടുതൽ സ്പോർട്ടി ആയിട്ടുള്ളൊരു ഡ്രൈവ് സമ്മാനിക്കുന്നുമുണ്ട്. 11 സെക്കൻഡ് താഴെ മതി ഇത്രയും വലിയൊരു വാഹനത്തിന്, ഇത്രയും വലിയ ഡീസൽ എഞ്ചിനുള്ള വാഹനത്തിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. അതുപോലെ തന്നെ ഓൾ ന്യൂ സസ്പെൻഷൻ തന്നെയാണ് പറയേണ്ടത്. പഴയ സ്കോർപിയോയുടെ സസ്പെൻഷന് വേണ്ടി യാതൊരു ബന്ധവുമില്ല. മുന്നിൽ ഡബിൾ വിഷ്ബോൺ കൊടുത്തിരിക്കുന്നു, പിൻഭാഗത്ത് ഫൈലിങ്ക് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്ത്. അതുപോലെ തന്നെ പിൻഭാഗത്ത് ഒരു വാട്സ് ലിങ്ക് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ഈ ബോഡി ഓൺ ഫ്രെയിം രീതിയിൽ നിർമ്മിച്ച വാഹനങ്ങൾക്ക് ഒരു ബോഡി റോൾ അനുഭവപ്പെടും. അതൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ലാറ്ററൽ മൂവ്മെൻറ്റ് പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള ആ ഒരു സെറ്റപ്പാണ് പിൻഭാഗത്ത് വാട്സ് ലിങ്ക് വഴി കൊടുത്തിരിക്കുന്നത്.
ഇതൊന്നും കൂടാതെ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പിങ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വളവുകളും മറ്റു വീശുമ്പോഴേക്കും കൈവിട്ട് പോകാതിരിക്കുകയും ചെയ്യും. എന്നാൽ ബമ്പുകളൊക്കെ ചാടുമ്പോൾ ആ ഒരു ബമ്പിനെസ് ഉണ്ടല്ലോ അത് അധികം അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ബോഡി റോൾ വളരെ കുറവുള്ള ഒരു വാഹനമാണിത്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ചെറിയ ചാട്ടങ്ങൾ എപ്പോഴും ബോഡി ഓൺ ഫ്രെയിം വാഹനങ്ങൾക്ക് വരുന്നത് അതും നമുക്ക് ഈ വാഹനത്തിൽ അങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നില്ല. സുരക്ഷയിലേക്ക് പോവുകയാണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടെന്നതിന് പുറമേ തന്നെ പല കാര്യങ്ങളും പറയാം. റിവേഴ്സ് ക്യാമറ പോലുള്ള കാര്യങ്ങൾ, 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങൾ, കൂടാതെ 6 എയർ ബാഗുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഒരു ഡ്രൗസിനെസ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉണ്ട്. അതായത് നമുക്കൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമ്മളെ അറിയിക്കുന്ന ആ ഒരു സിസ്റ്റം, ഡ്രൗസിനെസ് ഉണ്ട് എന്നറിയിക്കുന്ന സിസ്റ്റം ഉണ്ട്. അതുപോലെ പെർപെൻഡിക്കുലർ പാർക്കിംഗ് ഗൈഡ് ഉണ്ട്, ESC ഉണ്ട്, പിന്നെ 4 വീലുകളുണ്ട്, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ഹിൽ ഡിസെൻ്റ് ഉണ്ട്, ഹിൽ ഹോൾഡ് ഉണ്ട്, പിന്നെ ഐസോഫിക്സ് ചൈൽഡ് മൗണ്ട് സീറ്റുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതുകൊണ്ട് മറ്റു തരത്തിലുള്ള സുരക്ഷാ പേടികൾ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഈ വാഹനത്തിൽ നമുക്ക് ഓപ്ഷണലായിട്ടാണ് 4 വീൽ ഡ്രൈവ് സിസ്റ്റം ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അറിയാമല്ലോ, മഹീന്ദ്രയുടെ 4 വീൽ ഡ്രൈവ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളൊക്കെ ജനിച്ച കാലം തൊട്ടേ കണ്ടുവരുന്നതാണ്. അതിൽ ഇൻ്റലിജൻറ്റ് ഫോർസ് ഫ്ലോർ എന്ന് പറയുന്ന ടെറൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റവും മെക്കാനിക്കൽ ലോക്കിംഗ് ഡിഫറൻഷ്യലും ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യലും അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് ഏറ്റവും മികച്ച ഒരു ഓഫ് റോഡ് ഒരു അനുഭവം നിങ്ങൾക്കത് സമ്മാനിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഞാൻ ഇത്രയും നേരം ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനം ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഓട്ടോമാറ്റിക്കാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള കാര്യമാണ്. ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു ഹരം ഒന്ന് എൻഹാൻസ് ചെയ്യുന്നുള്ള കാര്യം സംശയമില്ല. മറ്റൊരു കാര്യമുള്ളത്, ഫീച്ചേഴ്സ് കൂടുതൽ എപ്പോഴും ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള. അതൊരു കാര്യം. ഞാനൊരു ഡബിൾസ് അഡ്വക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരാളാണ്. അതാണ് കൂടുതൽ ഞാൻ എപ്പോഴും എല്ലാവരെ കൊണ്ടും എടുപ്പിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, എഫേർട്ട് കുറയുക എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ ഡ്രൈവിംഗ് ഹരത്തിൽ ഉപരി നമ്മുടെ സ്ഥിരമായി വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഫേർട്ട് കുറയാൻ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക് ട്രാൻസ്മിറ്റർ സഹായിക്കും. തന്നെ ഇത്രയും വലിയ വാഹനങ്ങൾ നമ്മൾ ഓടിക്കുമ്പോൾ കൈകാര്യം ചെയ്യാൻ ഏറ്റവും എളുപ്പം ഓട്ടോമാറ്റിക് ആണെങ്കിലാണെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗംഭീരമായ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു SUV ആണ് ഓടിക്കുന്നത് ഒന്നും തോന്നാത്ത രീതിയിൽ എത്രയോ ലൈറ്റ് കൺട്രോളുകളും എത്രയോ ലൈറ്റായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യുന്ന രീതിയുമൊക്കെയാണ് ഈ ഒരു വാഹനം തരുന്നത് എന്നുള്ളത് അമ്പരപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇനി ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. സ്കോർപിയോ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ മഹീന്ദ്രയുടെ ഏറ്റവും മികച്ച വാഹനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. താറോക്സ് മോശമല്ല കേട്ടോ, മറന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും ഡ്രൈവബിലിറ്റിയുമുള്ള ഈ വാഹനം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലഭ്യമാണ്. പെട്ടെന്ന് ബുക്ക് ചെയ്താൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് താറോക്സിനേക്കാളും എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. പഴയ വീഞ്ഞിന് മധുരം കൂടും എന്ന് പറഞ്ഞ പോലെ അല്പം പഴയ വാഹനമാണെങ്കിലും സ്കോർപിയോന് മധുരം കൂടുതലുണ്ട്, വിലയും കൂടുതലുണ്ട്. വില കൂടുതലെന്ന് വെച്ചാൽ എൻട്രി ലെവൽ മോഡൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നത് 14 ലക്ഷം രൂപയിലാണ്. അതായത് 13,99,000 രൂപയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വില 13 ലക്ഷത്തിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപയുടെ വില വ്യത്യാസം അല്ലെങ്കിൽ വില കൂടുതൽ ഈ വാഹനത്തിൻ്റെ ആദ്യത്തെ വേരിയൻറ്റിലുണ്ട്. പക്ഷേ താഴേക്ക് വരുമ്പോൾ ഏകദേശം ഒരേപോലെ വില പോവുകയാണ്. ഇപ്പോൾ ഈ സ്കോർപിയോ എന്നിൻ്റെ അതുപോലെ താറോക്സിൻ്റെയൊക്കെ പ്രൈസ് ലിസ്റ്റ് നോക്കിയാൽ ഞാനിപ്പം വിചാരിക്കുകയായിരുന്നു സെയിൽസ് എക്സിക്യൂട്ടീവിന് ഭ്രാന്ത് പിടിക്കും. അതുപോലെ വേരിയൻസ് ആണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വേരിയൻറ്റ് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ വേരിയൻസ് ആണ്. അങ്ങനെ ടോപ്പ് എൻഡിലേക്ക് എത്തുമ്പോൾ ഈ വാഹനത്തിൻ്റെ വില 23.5 ലക്ഷം രൂപയിൽ അവസാനിക്കുന്നു. ഇതിൻ്റെ വില 23 ലക്ഷം രൂപയിൽ അവസാനിക്കുന്നു. അപ്പോൾ അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം ഒരുപോലെ ആകുന്നുണ്ട്. സ്കോർപിയോ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു ബ്രാൻഡ്, അതിൻ്റെ എല്ലാ ഗുണഗണങ്ങളും ഈ വാഹനം നിലനിർത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല അങ്ങേയറ്റം മോഡേണും ഏറ്റവും പുതിയ വാഹനങ്ങൾ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്കോർപിയോ എന്ന് പറയുന്ന ഗംഭീരമായ ഒരു ഓപ്ഷൻ തന്നെയാണ്. ഒട്ടും മോശക്കാരനല്ല നമ്മുടെ ഈ ഒരു വാഹനം എന്ന് തന്നെയുമല്ല. പ്രതിമാസം ഇപ്പോഴും സ്കോർപിയോന് വിൽക്കുന്ന കണക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ SUVകൾ പോലും നാണിച്ച് തല കുരിക്കും. അത്രയധികം വിൽപ്പന ഇപ്പോഴും ഈ വാഹനത്തിനുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പറമ്പ് നിറഞ്ഞു നിൽക്കുന്ന സുന്ദരന്മാരുടെ വിട പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പോൾ ബൈ, താങ്ക് യു.